ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ റിവിഷൻ മാരത്തോണാണ്, കോപ്പറേറ്റീവ് ലോ ആണ്. സോ നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ റിവൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അല്ലേ? സോ നമുക്ക് സമയം വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. KCS Act came into force on 15th May 1969. അതായത് നമ്മളെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് 15th May 1969. അതുപോലെ KCS റൂള് നിലവിൽ വന്നിട്ടുള്ളത് 14/7/1969. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. അതായത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് പറയേണ്ടതില്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പം എപ്പോഴാണ് റൂള് വന്നത്? 14/7/1969 നമ്മൾ റൂള് വന്നിട്ടുള്ളത്. ഇനി KCS ആക്ടിൽ മൊത്തം 110 സെക്ഷനും റൂള് 201 ഉള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻ ഇൻ KCS ആക്ട് ഈസ് 110 ആൻഡ് നമ്പർ ഓഫ് റൂൾ ഈസ് 201. അപ്പോൾ 110 സെക്ഷൻസും 201 റൂളുകളുമാണ് നിലവിലുള്ള കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഉള്ളത്. സെക്ഷൻ 1 ആക്ടിൻ്റെ ടൈറ്റിലും അതേപോലെ എന്താണ് ജൂറിസ്ഡിക്ഷനുമാണ് ഉള്ളത്. ഓക്കെ, അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ജൂറിസ്ഡിക്ഷൻ നടന്നത് ഓൾ ഓവർ ദി കേരള. ഓക്കെ, അതാണ് സെക്ഷൻ 1 ഇനി സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ്. അതായത് ഇപ്പം നമ്മൾ വിവിധ തരത്തിലുള്ള ഫ്രേസുകളും വേർഡ്സുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ അപ്പെക്സ് സൊസൈറ്റി, അതേപോലെ ചീഫ് എക്സിക്യൂട്ടീവ്, സെൻട്രൽ സൊസൈറ്റി, അങ്ങനെ കുറേ ഫ്രേസുകളും അതേപോലെ കോട്ടുകളും അതേപോലെ പ്രിസൈസുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആക്ട് റൂൾസിലൊക്കെ. അതിൻ്റെയൊക്കെ എന്താണ് ഓരോന്നും എന്താണെന്ന് പ്രതിപാദിക്കുന്നതിനെയാണ് നമ്മൾ സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പെക്സ് സൊസൈറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി മീൻസ് the society having the whole of the state and its areas of operation and having its members only other societies with a similar objective and declared as such by registrar. അപ്പോൾ അങ്ങനെയുള്ള ഡെഫിനിഷൻസ് ഒക്കെ കൊടുത്തിരിക്കുക. അസിസ്റ്റഡ് സൊസൈറ്റീസ് അതേപോലെ ഫുള്ള് ഡെഫിനിഷനൊക്കെ കൊടുത്തിരിക്കുന്നതിനെയാണ് സെക്ഷൻ 2 കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. ദിസ് സെക്ഷൻ ഡീൽസ് വിത്ത് ദി ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ. അതായത് രജിസ്ട്രാറിൻ്റെ ഡ്യൂട്ടീസും പവേഴ്സൊക്കെ പ്രതിപാദിക്കുന്ന സെക്ഷനാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 3 എന്ന് പറയുന്നത്. ദ രജിസ്ട്രാർ ഇസ് ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള പൂർണ്ണ അധികാരമാർക്കാണ് രജിസ്ട്രാർക്കാണ്. അപ്പോൾ സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? ടൈറ്റിൽ ഓഫ് ദി ആക്ട് ആൻഡ് ജൂറിസ്ഡിക്ഷൻ. സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷനാണ്. സെക്ഷൻ 3 എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. സെക്ഷൻ 4 എന്ന് പറയുന്നത് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. അതായത് ആസ് പെർ ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എ സൊസൈറ്റി ഷുഡ് ബി പ്രൊമോഷൻ ഓഫ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിൻ്റെ ഇക്കണോമിക് ഇൻട്രസ്റ്റിൻ്റെ പ്രൊമോഷനാണ്. അപ്പം നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യുന്ന സൊസൈറ്റി ഏതാണോ അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. സോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? സെക്ഷൻ 3 എന്താണ്? നമ്മൾ അതായത് രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റ് ചെയ്തു. സോ രജിസ്റ്റർ എന്ത് ഡിസൈഡ് ചെയ്യും? സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. എങ്ങനെയുള്ള സൊസൈറ്റീസാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യും? രജിസ്ട്രാർ തിങ്ക് ചെയ്യും. അപ്പോൾ അതങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ സെക്ഷൻ 3 രജിസ്ട്രാറെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്തു, രജിസ്ട്രാർ തിങ്ക് ചെയ്യുന്നത് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് രജിസ്ട്രാർ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 4 ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ എങ്ങനെയുള്ള സൊസൈറ്റീസാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യുന്നു? രജിസ്ട്രാർ തിങ്ക് ചെയ്യുന്നു. അപ്പോൾ സെക്ഷൻ 3 രജിസ്ട്രാർ, സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. In this section it has been laid down the cooperative society with a limited liability only shall be registered. അപ്പോൾ ഇവിടെ എന്താണ്? ഈ സെക്ഷൻ അനുസരിച്ചിട്ട്, അതായത് ഈ ആക്ട് അനുസരിച്ചിട്ട് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള ഒരിതാണ് സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് മറ്റേതുമായിട്ട് കണക്ട് ചെയ്യാം? അപ്പോൾ സെക്ഷൻ എന്താണ്? 3 നമ്മൾ രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു.
അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു, രജിസ്ട്രാർ ആലോചിക്കുന്നു ഏതിൽ, സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേഡ്, ഏത് തരം സൊസൈറ്റീസാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നു. ആലോചിച്ചിട്ട് അയാൾ തീരുമാനം എത്തുമല്ലോ. എന്താണ് രജിസ്ട്രാർ തീരുമാനിച്ചത്, ലിമിറ്റഡ് ലാബിലിറ്റി ഉള്ള സൊസൈറ്റി മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ എന്താണ്, സെക്ഷൻ 5 ആണ് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി. ഓക്കെ അല്ലേ. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 6. സെക്ഷൻ 6 അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ സെക്ഷൻ 6ൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പകുതി, 6ൻ്റെ പകുതി എത്രയാണ്, 3. അപ്പോൾ റൂൾ 3, സെക്ഷൻ 6ഉം റൂൾ 3യും ഡീൽ ചെയ്തത് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. ഈ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, ആ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോം നമ്പർ 1 അപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഒന്നാമത്തെ ഘട്ടമാണ് രജിസ്ട്രേഷൻ്റെ ഘട്ടം. അപ്പോൾ അതിൽ ഫോം നമ്പർ 1 കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ആരാണ് കൊടുക്കുന്നത്, ചീഫ് പ്രൊമോട്ടറാണ് രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്നത്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്, രജിസ്ട്രാർക്ക്. ആര് സബ്മിറ്റ് ചെയ്യും, ചീഫ് പ്രൊമോട്ടറാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലെ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ അത് കൊടുക്കേണ്ടത് ഫോം നമ്പർ 1. അപ്പോൾ അതും അതിനോടൊപ്പം തന്നെ 3 copies ഓഫ് പ്രപ്പോസ്ഡ് ബൈലോസ് ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിയുടെ ബൈലോസ്, പ്രപ്പോസ്ഡ് ബൈലോയും കൂടി സബ്മിറ്റ് ചെയ്യണം. 3 കോപ്പീസാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ദെൻ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, അതേപോലെ എന്താണ് ലിസ്റ്റ് ഓഫ് പേഴ്സൺസ്, അതായത് ഏതൊക്കെ പേഴ്സൺസാണ് ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതേപോലെ ബിസിനസ്സിൻ്റെ സൗണ്ട്നെസ്, അതേപോലെ എന്താണ് മറ്റുള്ള ഇൻഫർമേഷനുകളെല്ലാം എന്ത് ചെയ്യണം, നമ്മുടെ ചീഫ് പ്രൊമോട്ടർ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. അതേപോലെ ഇതിലുള്ള അപ്ലിക്കൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് മിനിമം എന്തായിരിക്കണം, 25 മെമ്പേഴ്സ് വേണം. അതും ഡിഫറെൻറ്റ് ഫാമിലീസിലുള്ള മെമ്പേഴ്സ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ 6 റൂൾ 3 പഠിക്കേണ്ടത്. ഒന്നും കൂടി പറയാം, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെക്ഷൻ 6ഉം റൂൾ 3യും. അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 1 ചീഫ് പ്രൊമോട്ടർ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ബൈലോയുടെ 3 കോപ്പി സബ്മിറ്റ് ചെയ്തിരിക്കണം. അതേകൂടാതെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ 25 മെമ്പേഴ്സ് ഡിഫറെൻറ്റ് ഫാമിലിയിൽ പെട്ടിട്ടുള്ളവരും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മളൊന്നും കൂടി റിവൈൻഡ് ചെയ്യാം. സെക്ഷൻ 3 നമ്മൾ രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അപ്പോൾ രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടാകുമ്പോൾ രജിസ്ട്രാർ എന്താ നെക്സ്റ്റ് ചിന്തിക്കുന്നത്, സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്, അതെന്താണ് സെക്ഷൻ 4 ആണ്. എന്നെ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എന്താ വരാം, സെക്ഷൻ 5 വരാം. എന്താ തീരുമാനം എടുത്തത്, സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി ഓൺലി മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ തീരുമാനം എടുത്തിട്ട് എന്താണ് അത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ള ചീഫ് പ്രൊമോട്ടർ എന്തായിരുന്നു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ സമർപ്പിക്കുന്നു. അത് ഏത് സെക്ഷനാണ്, സെക്ഷൻ 6. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെക്ഷൻ 6ഉം അതിനോടൊപ്പം തന്നെ അതിൻ്റെ പകുതി റൂൾ 3യും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ആപ്ലിക്കേഷനൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്തായിരിക്കും, അതായത് നെക്സ്റ്റ് പ്രൊസീജിയർ അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കണ്ടേ, അതിൻ്റെ രജിസ്ട്രേഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ സെക്ഷൻ 6 പഠിച്ചു. അപ്പോൾ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്, രജിസ്ട്രേഷൻ ആയതുകൊണ്ട് അതിൻ്റെ സെക്ഷൻ എന്താണ്, സെക്ഷൻ 7 ആണ്. അതിൻ്റെ കൂടെ നെക്സ്റ്റ് റൂളും കൂടി നമ്മൾ കൂട്ടണം, റൂൾ 4. അപ്പോൾ സെക്ഷൻ 7 റൂൾ 4 എന്ന് പറയുന്നത് എന്താണ്, രജിസ്ട്രേഷനാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, കമ്പൽസറിയാണ്, ഓപ്ഷണൽ അല്ല. സോ ഈ രജിസ്ട്രേഷൻ നടത്തുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോം നമ്പർ 3 ഫോം നമ്പർ 3, അതായത് രജിസ്ട്രാർ ഇഷ്യൂ ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇൻ ഫോം നമ്പർ 3. ഫോം നമ്പർ 3 നമ്മൾ എന്ത് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ എന്താണ്, ഇൻ കേസ് എന്തെങ്കിലും കാരണത്തിൽ അത് റെഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, 7 ഡേയ്സിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. രജിസ്ട്രാർ 7 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ സെക്ഷൻ 7 റൂൾ 4 എന്ന് പറയുന്നത് എന്താണ്, രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സാണ്. ദെൻ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, രജിസ്ട്രാർ നമ്മൾക്ക്
എന്ത് തരും? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യും. അതേപോലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് സെക്ഷൻ നമ്പർ 74ലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്നും കൂടി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. സോ സെക്ഷൻ 3 ആണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഈ അപ്പോയിൻമെൻറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 4. അവിടെ എന്ത് ചെയ്യുന്നു? രജിസ്ട്രാർ തിങ്ക് ചെയ്യുന്നു വിച്ച് സൊസൈറ്റീസ് മേ ബി രജിസ്റ്റേർഡ്. അപ്പോൾ സെക്ഷൻ 4 എന്ന് പറയുന്നത് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. തിരിച്ചിട്ട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് രജിസ്ട്രാർ ഒരു തീരുമാനം എടുക്കും. എന്താണ് തീരുമാനം എടുക്കുന്നത്? അതായത് ലിമിറ്റഡ് ലാബിലിറ്റി ഉള്ള സൊസൈറ്റി മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. അപ്പോൾ സെക്ഷൻ 5 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി ഓൺലി. ഇനി എന്ത് ചെയ്യുന്നു? സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചീഫ് പ്രൊമോട്ടർ പോകുന്നു. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 6ൻ്റെ കൂടെ നമ്മുടെ റൂൾ 3യും കൂടി ചേർത്തിരിക്കണം. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ അതിനുള്ള അപ്ലൈ ചെയ്തത് ഏതിലാണ്? ഫോം നമ്പർ 1ലാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? അതായത് 3 കോപ്പീസ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോ വേണം. അതേപോലെ 25 മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ഫാമിലി ആവശ്യമാണ്. ഇതാരാണ് കൊടുക്കുന്നത്? ചീഫ് പ്രൊമോട്ടറാണ് കൊടുക്കുന്നത്. അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? അതായത് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയറാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഘട്ടം ഏതാണ്? സെക്ഷൻ 7 ആണ്. സെക്ഷൻ 7 റൂൾ 4 ആണ്. അപ്പോൾ അതിൽ പിന്നെ ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് രജിസ്ട്രാർ നിരസിക്കുന്നുവെങ്കിൽ അതെന്ത് ചെയ്യണം? 7 ഡേയ്സിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ദെൻ നമ്മൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഘട്ടം എന്താണ്? നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരണം അല്ലേ? അപ്പോൾ സെക്ഷൻ 8ൽ എന്ത് തരും? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രാർ നമുക്ക് തരും. അപ്പോൾ സെക്ഷൻ 8 എന്താണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ റൂൾ 5ൽ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ആണ്. റൂൾ 5 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ, അതായത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സൊസൈറ്റി, ഏരിയ ഓഫ് ദ ഓപ്പറേഷൻ, ഒബ്ജക്റ്റ്, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, മെമ്പർഷിപ്പ്, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ജനറൽ ബോഡി, പ്രസിഡൻറ്റ്, പവേഴ്സ് ഓഫ് കമ്മിറ്റി, അതേപോലെ ഡിവിഡൻറ്റ്, ദെൻ ക്വാറം ഫോർ ജനറൽ ബോഡി മീറ്റിംഗ്, ക്വാറം ഓഫ് ദി കമ്മിറ്റി, ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂൾ 5 എന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ആണ്. ഇനി റൂൾ 6 എന്താണ്? മോഡൽ ബൈലോ. മോഡൽ ബൈലോ ആണ് റൂൾ 6 എന്ന് പറയുന്നത്. അപ്പം രജിസ്ട്രാറാണ് മോഡൽ ബൈലോ, ഡിഫറെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഇത് ബൈലോ ഫോം ചെയ്യുന്നത് ആരാണ്? മോഡൽ ബൈലോ ഫോം ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാറാണ്. ഓക്കെ, അപ്പം ഇത് നമ്മളൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാം? റൂൾ 5 എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. റൂൾ 6 എന്താണ്? സബ്ജക്റ്റ് മാറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് എൻ്റെ മോഡൽ നോക്കും. ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് പറയുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ നമുക്ക് കിട്ടി. സബ്ജക്റ്റ് മാറ്റർ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കും? ഇനി മോഡൽ വേണം, എങ്ങനെ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താണ്? റൂൾ 5 എന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. റൂൾ 6 എന്ന് പറയുന്നത് എന്താണ്? മോഡൽ ബൈലോ. ഇനി റൂൾ 7 എന്ന് പറയുന്നത് കമൻസ്മെൻറ്റ് ഓഫ് വർക്ക് ഓഫ് ദി സൊസൈറ്റി. കമൻസ്മെൻറ്റ് ഓഫ് ദി വർക്ക് ഓഫ് ദി സൊസൈറ്റി. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് 6 മന്ത്സിനുള്ളിൽ എന്ത് ചെയ്യണം? ഓരോ സൊസൈറ്റീൻ്റെയും വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ റൂൾ 7 എന്ന് പറയുന്നത് എന്താണ്? കമൻസ്മെൻറ്റ് ഓഫ് വർക്ക് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അതായത് ആദ്യം നമുക്ക് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ആലോചിക്കുന്നു? അതാണ് റൂൾ 5. ഇനി നമ്മൾ ആലോചിക്കുന്നത് അതിന് മോഡൽ ഉണ്ടാക്കണം. അപ്പം നമ്മളതിൻ്റെ റൂൾ 6 പ്രകാരം മോഡൽ ഉണ്ടാക്കി. ഇത് രണ്ടും തയ്യാറായിട്ട് നമ്മൾ എന്ത് ചെയ്തു? വർക്ക് കമൻസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ റൂൾ 7 എന്ന് പറയുന്നത് നമ്മളെന്താണ്? വർക്ക് കമൻസ്മെൻറ്റ് ഓഫ് വർക്ക് ഓഫ് ദി സൊസൈറ്റി. ഇനി നെക്സ്റ്റ് ആണ് റൂൾ 8. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. റൂൾ 8 എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അതായത് റൂൾ 7 എന്താണ്? നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ ബോഡി എല്ലാവരെയും വിളിച്ചു കൂട്ടി കാര്യങ്ങൾ അറിയിക്കണം. അപ്പോൾ റൂൾ 8 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ്
ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 3 മാസത്തിനുള്ളിലാണ് തുടങ്ങേണ്ടത്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് 3 മന്ത്സിനുള്ളിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇത് കൺവെൻറ്റ് ചെയ്യുന്നത് സാധാരണയായിട്ട് ചീഫ് പ്രൊമോട്ടറാണ്, അല്ലെങ്കിൽ എന്താണ് രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും പേഴ്സണാണ് ഇത് കൺവെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇതിൽ കുറേ സബ്ജക്റ്റ് മാറ്റർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, അതേപോലെ തന്നെ റീഡിംഗ് ആൻഡ് റെക്കോർഡിങ്സ് ഓഫ് രജിസ്റ്റേർഡ് ബൈ ലോ ഓഫ് സൊസൈറ്റി, അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഷെയർസ്, കൺസിഡറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്, പാസിംഗ് ഓഫ് ബജറ്റ് ഫോർ ദ സൊസൈറ്റി, ഇൻ അതർ മാറ്റർ കണക്ട് വിത്ത് വർക്കിംഗ് ഓഫ് ദി സൊസൈറ്റി തുടങ്ങിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ആ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ട്രാൻസാക്ട് ചെയ്യപ്പെടും. നമ്മൾ സെക്ഷൻ 8 വരെയും റൂൾ 8 വരെയും അപ്പം നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് പോവാം, സെക്ഷൻ 9ലേക്ക് പോവാം. അപ്പോൾ സെക്ഷൻ 8 എന്ന് പറയുന്നത് നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുന്നതാണ് സെക്ഷൻ 8. ഇനി സെക്ഷൻ 9ൽ എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡീസ് കോർപ്പറേറ്റ്. അതായത് ഇപ്പോൾ എന്ത് വന്നു? രജിസ്ട്രേഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയി മാറിക്കഴിഞ്ഞു, ഹാവിങ് ദ നെയിം ആൻഡ് സീൽ. ഓക്കെ, അപ്പോൾ നെയിമും സീലും ഉൾപ്പെടേണ്ട ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയി മാറിക്കഴിഞ്ഞു നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ കണക്ട് ചെയ്യാം? സെക്ഷൻ 8ൽ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് എന്തായി? ഒരു പ്രത്യേക പദവി വന്നു. അപ്പോൾ സെക്ഷൻ 9 എന്താണ്? കോർപ്പറേറ്റ് സൊസൈറ്റീസ് ടു ബി ബോഡീസ് കോർപ്പറേറ്റ്. സെക്ഷൻ 9A ആണ്, അതിൽ ചെറിയൊരു സെക്ഷനാണ് സെക്ഷൻ 9A എന്ന് പറയുന്നത്. സെക്ഷൻ 9A പബ്ലിക്കേഷൻ ഓഫ് നെയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെയിം പബ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പഠിച്ചാൽ മാത്രം മതി. ഇനി സെക്ഷൻ 10 എന്ന് പറയുന്നത് ചേഞ്ച് ദ നെയിം ഓഫ് സൊസൈറ്റി. സെക്ഷൻ 10 എന്ന് പറയുന്നത് ചേഞ്ച് ദി നെയിം ഓഫ് സൊസൈറ്റി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓൾറെഡി ഉള്ള നെയിം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പുതിയൊരു നെയിം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കതങ്ങനെ കണക്ട് ചെയ്യാം. അതായത് സെക്ഷൻ 8ൽ നമുക്കത് കിട്ടി, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. സെക്ഷൻ 9ൽ അപ്പോൾ ബോഡി ഓഫ് കോർപ്പറേറ്റ് ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ബോഡി ഓഫ് കോർപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് തോന്നി, ഒരു നെയിമൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തോന്നി. അപ്പോൾ 9A എന്താണ്? പബ്ലിക്കേഷൻ ഓഫ് നെയിം ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആ നെയിം പോരാ, നമുക്കത് ചേഞ്ച് ചെയ്യണം തോന്നി. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ വന്നു. സെക്ഷൻ 10 എന്ന് പറയുന്നത് ചേഞ്ച് നെയിം. ഇനി നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 11. അതിൻ്റെ കൂടെ റൂൾ 12. സെക്ഷൻ 11 റൂൾ 12 അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ചേഞ്ച് ഓഫ് ലാബിലിറ്റി. അതായത് ഇപ്പോൾ മുൻപൊക്കെ ആണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ലാബിലിറ്റിയിൽ നിന്ന് അൺലിമിറ്റഡ് ലാബിലേക്കും അൺലിമിറ്റഡ് ലാബിലിറ്റിയിൽ നിന്ന് ലിമിറ്റഡ് ലാബിലിറ്റീസിലൊക്കെ മാറ്റാൻ വേണ്ടി പറ്റുന്ന റൂളായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ലിമിറ്റഡ് ലാബിലിറ്റി എന്നുള്ളത് നമുക്ക് അൺലിമിറ്റഡ് ലാബിലിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. എന്നാൽ ചില സൊസൈറ്റികൾ ഓൾറെഡി അൺലിമിറ്റഡ് ലാബിലിറ്റിയിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് ലിമിറ്റഡിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? 2/3 മെമ്പേഴ്സിൻ്റെ അതായത് വോട്ടിംഗ് ആവശ്യമാണ്. മിനിമം 2/3 മെമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യണം അവരുടെ വോട്ടിംഗ്. ജനറൽ ബോഡിയിൽ മീറ്റിങ്ങിൽ വെച്ച് അവിടെ വോട്ടിങ്ങും അതിനാവശ്യമാണ്. അപ്പം ജസ്റ്റ് പഠിച്ചാൽ മതി. ചേഞ്ച് ദ ലാബിലിറ്റി. സെക്ഷൻ 11 റൂൾ 12. അപ്പം നമുക്കങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. സെക്ഷൻ 8 എന്താണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്തായി മാറി? ഒരു സെപ്പറേറ്റ് ബോഡി കോർപ്പറേറ്റായി മാറിക്കഴിഞ്ഞു. അത് സെക്ഷൻ 9 ആണ്. സെക്ഷൻ 9ൽ ബോഡി കോർപ്പറേറ്റായി മാറുമ്പോൾ നമുക്ക് ഒന്നൊരു പേരൊക്കെ ഒന്ന് ഇട്ടാലോ എന്ന് തോന്നി. അത് 9A. നമുക്ക് എൻ്റെ ഓൾറെഡി ഉള്ള പേര് അത്രയും പോരാ, നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ 10 എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് നെയിം. ഇനി നെയിം നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് തോന്നി ലാബിലിറ്റിയും ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം, ഒന്നിന് പകരം 2 ലാബിലിറ്റിയൊക്കെ എടുത്ത് ഇങ്ങ് തലയിൽ വെച്ചേക്കാമെന്ന് തോന്നി. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 11 ചേഞ്ച് ലാബിലിറ്റി. ഇപ്പോൾ ഒന്നിന് പകരം 2 ലാബിലിറ്റിയൊക്കെ തലയിൽ എടുത്ത് വെക്കാൻ വേണ്ടി തോന്നുമ്പോൾ ഒന്നും കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് റൂള് 12. അപ്പോൾ സെക്ഷൻ 11 ആൻഡ് റൂൾ 12 എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ദി ലാബിലിറ്റി. ലാബിലിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ 2/3 മെമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവണം ജനറൽ ബോഡി മീറ്റിംഗ് വെച്ച്. ഈ കാര്യങ്ങൾ ഒക്കെ പരാമർശിച്ച് എന്ത് ചെയ്യണം? കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും വേണം. അതേപോലെ എന്താണ്?
അതായത് മിനിമം 7 ഡേയ്സ് ക്ലിയർ നോട്ടീസ് എല്ലാ മെമ്പേഴ്സിനും എന്ത് ചെയ്യണം, 7 ഡേയ്സ് ക്ലിയർ നോട്ടീസും പ്രയറായിട്ട് കൊടുത്തിരിക്കണം. അതേപോലെ ലാബിലിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ മെമ്പേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയൊക്കെ അറിയിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്തുണ്ടാവും, അവരുടെ ഷെയറൊക്കെ വേണമെങ്കിൽ പിൻവലിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ടൈം, അതായത് 2 മന്ത് ടൈമും അവർക്ക് അവരുടെ ഷെയറൊക്കെ വേണമെങ്കിൽ പിൻവലിക്കാൻ ടൈം കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാബിലിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് 2/3 മെമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യുകയും ജനറൽ ബോഡിയിൽ അതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുകയും ചെയ്യണം. അതേപോലെ തന്നെ 7 ഡേയ്സ് ക്ലിയർ നോട്ടീസ് എല്ലാ മെമ്പേഴ്സിനും കൊടുത്തിരിക്കണം. അതേപോലെ ഈ കാര്യങ്ങളെല്ലാ ക്രെഡിറ്റേഴ്സിനെയും മറ്റുള്ള മെമ്പേഴ്സിനെ അറിയിച്ചിരിക്കണം. ദെൻ ക്രെഡിറ്റേഴ്സിന് ഇൻ കേസ് അവരുടെ ഷെയർ പിൻവലിക്കണമെങ്കിൽ 2 മന്ത്സ് ടൈം കൊടുത്തിരിക്കണം. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 12. അതിൻ്റെ കൂടെ ഒരു റൂൾ 9 കൂടി നമുക്ക് ചേർക്കാം. അമെൻമെൻറ്റ് ഓഫ് ബൈലോ, അതായത് 1 പകരം 2 മതി എന്ന് തോന്നുമ്പോൾ, ഒരു ഓൾറെഡി ഉള്ള നമുക്കൊരു ബൈലോ ഉണ്ട്, അതിന് പകരം നമുക്ക് വേറെ ഒന്ന് വേണം തോന്നും, 1 പകരം മറ്റൊന്ന്, അപ്പോൾ 1 + 1 2. അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ബൈലോ എന്ന് പറയുന്നത് എന്താണ്, സെക്ഷൻ 12 ആണ്. അപ്പോൾ റൂൾ 9 ഡീൽ ചെയ്ത്. അപ്പോൾ നമുക്കതൊന്ന് കണക്ട് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. സെക്ഷൻ 8 എന്ന് പറയുന്നത് എന്താണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമ്മുടെ ബോഡി ഓഫ് കോർപ്പറേറ്റ് ആയി മാറിക്കഴിഞ്ഞു. സെക്ഷൻ 9 ബോഡി ഓഫ് കോർപ്പറേറ്റ്. അതേപോലെ 9 നമുക്കൊരു പേരിടാൻ വേണ്ടി തോന്നി, 9A നമ്മൾ പേരിട്ടു. അപ്പോൾ 9A പബ്ലിക്കേഷൻ ഓഫ് നെയിം ഓഫ് ദി സൊസൈറ്റി. നമുക്ക് ആ പേര് മോശമാണെന്ന് തോന്നി, അപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പേര് ചേഞ്ച് ചെയ്യും. അപ്പോൾ സെക്ഷൻ 10 എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ദി നെയിം. ഇനി നമുക്കെന്ത് തോന്നി, നെയിം ചേഞ്ച് ചെയ്തല്ലേ ലാബിലിറ്റിയും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സെക്ഷൻ 11 എന്ന് പറയുന്നതാണ് ചേഞ്ച് ലാബിലിറ്റി. അതിൻ്റെ കൂടെ നമ്മൾ 1 പകരം 2 ലാബിലിറ്റി തലയിലെടുത്ത് വെക്കുന്നത് വയ്ക്കുക. അപ്പോൾ സെക്ഷൻ 11 ആണ് റൂൾ 12 ചേഞ്ച് ലാബിലിറ്റി. ഇനി നമ്മൾ ഈ നെയിമും ചേഞ്ച് ചെയ്തു ലാബിലിറ്റിയും ചെയ്തു. അപ്പോൾ നമുക്ക് ബൈലോ ഒന്ന് അമെൻഡ് ചെയ്താലോ എന്നൊന്ന്. അപ്പോൾ സെക്ഷൻ 12 എന്ന് പറയുന്നത് എന്താണ്, അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ഇവിടെ ഒരു റൂള് 9 കൂടി നമ്മൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, സെക്ഷൻ 12 ആൻഡ് റൂൾ 9 അമെൻമെൻറ്റ് ഓഫ് ബൈലോ. അതായത് ഈ അമെൻമെൻറ്റ് ഓഫ് ബൈ ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓൾറെഡി നമുക്കൊരു ബൈ ലോസ് ഉണ്ട്, അതിൽ ചില ചേഞ്ചസ് വരുന്നത്, ചേഞ്ചസ് ഇൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ബൈ ലോസ്. ഓക്കെ, അതായത് ചെറിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബൈ ലോസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് നമ്മൾ അമെൻമെൻറ്റ് ഓഫ് ബൈ ലോസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മൾക്ക് 2/3 മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യുകയും വോട്ട് ചെയ്യുകയും വേണം. 2/3 മെമ്പേഴ്സ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യുകയും വോട്ട് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അതായത് റെസൊല്യൂഷൻ റിഗാർഡിംഗ് ദ അമെൻമെൻറ്റ് ഷുഡ് ബി ഫോർവേഡഡ് ടു രജിസ്റ്റർ വിത്തിൻ 1 മന്ത്. അതായത് 1 മന്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഇത് ഫോർവേഡ് ചെയ്തിരിക്കണം. അതേപോലെ ഇതിലുള്ള അപ്ലിക്കേഷനില്ലേ സെക്രട്ടറി എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും സൈൻ ചെയ്തിരിക്കണം. അതേപോലെ സെക്രട്ടറി മാത്രമല്ല കമ്മിറ്റിയിലുള്ള 2 മെമ്പേഴ്സും കൂടി എന്ത് ചെയ്യണം, സൈൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഇതിൽ അതായത് ഈ പ്രൊപ്പോസലിൽ ട്രഷറി ചലാൻ റെസിപ്റ്റ്, സാധാരണ സൊസൈറ്റി ആണെങ്കിൽ ട്രഷറി ചലാൻ റെസിപ്റ്റ് ആയിട്ടുള്ള 100 റുപ്പീസിൻ്റെ ട്രഷറി ചലാൻ റെസിപ്റ്റ് എടുക്കണം. ഇൻ കേസ് വിമൻ ഓർ സ്കൂൾ അല്ലെങ്കിൽ SC/ST സൊസൈറ്റീസ്, ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ 50 റുപ്പീസിൻ്റെ എന്താവും ചലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ മതിയാവും. സോ ഇൻ കേസ് ഈ അമെൻമെൻറ്റ് ഓഫ് ബൈലോ എന്ന് പറയുന്നത് രജിസ്ട്രാർ റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 ഡേയ്സിനുള്ളിൽ അതെന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇൻ കേസ് ഡിസ്പോസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 90 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്തിരിക്കണം. അതേപോലെ അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് രജിസ്ട്രാർ എന്ത് ചെയ്യണം, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെയും ഫിനാൻസ് ബാങ്കിനെയും, ആ ഏരിയയിലുള്ള സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെയും ഫിനാൻസ് ബാങ്കിനെയും അറിയിച്ചിരിക്കണം. ഇനി അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്തിരിക്കണം. സോ ഇത്രയൊക്കെ മേജർ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത്, അമെൻമെൻറ്റ് ഓഫ് ബൈ ലോസിൽ നോക്കേണ്ടത്. ഒന്നും കൂടി പറയാം. അതായത് അമെൻമെൻറ്റ് ഓഫ് ബൈ ലോ എന്ന് പറയുന്നത് സെക്ഷൻ 12 ആണ്, റൂൾ 9 ആണ്. 2/3 മെജോറിറ്റി വേണം. 1 മന്തിനുള്ളിൽ രജിസ്ട്രാർക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അപ്ലിക്കേഷനിൽ സെക്രട്ടറിയും അതേപോലെ 2 മെമ്പർ കമ്മിറ്റിയിൽ 2 മെമ്പർ സൈൻ ചെയ്തിരിക്കണം. ദെൻ അതേപോലെ തന്നെ ഇൻ കേസ് അമെൻമെൻറ്റ് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ 7 ഡേയ്സിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ 90 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം,
ഡിസ്പോസ് ചെയ്തിരിക്കണം. ഇൻ കേസ് നോട്ട് ഡിസ്പോസ് ആണെങ്കിൽ അത് 60 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ബൈലോ അമെൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ എഫക്റ്റ് നമുക്ക് വരണം. അപ്പം നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 13, ഡേറ്റ് ഓഫ് എഫക്റ്റ് ടു ദി അമെൻമെൻറ്റ്. അതായത് അമെൻഡഡ് ബൈലോസ് ഇവിടെ എന്തായി, അതിൻ്റെ ഡേറ്റ് ഓഫ് എഫക്റ്റ് അതായത് അമെൻമെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്തു, നിലവിൽ വന്നു. അമെൻമെൻറ്റ് നമ്മൾ ചെയ്യാനുള്ള എല്ലാ ആപ്ലിക്കേഷനും കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും രജിസ്ട്രേഷൻ ചെയ്ത് അത് അംഗീകരിച്ചു. ദെൻ ഈ അമെൻമെൻറ്റിൻ്റെ എഫക്റ്റ് വരുന്നത് ഏത് സെക്ഷനിലാണ്, സെക്ഷൻ 13ലാണ് നമ്മൾ ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് അമെൻമെൻറ്റ് വരുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 14 ആൻഡ് റൂൾ 13-14. സെക്ഷൻ 14 ആൻഡ് റൂൾ 13-14 അത് ഡീൽ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓർ അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് ആണ്. സൊസൈറ്റീസിൻ്റെ ഷെയറൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിയോട് അമാൽഗമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ സൊസൈറ്റി സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഈ സെക്ഷന് എനേബിൾ ആവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, അതായത് 15 ഡേയ്സ് നോട്ടീസ് മെമ്പേഴ്സിന് കൊടുത്തിരിക്കണം. അതേപോലെ 2/3 മെജോറിറ്റിയും ആവശ്യമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. സെക്ഷൻ 14 അതിൻ്റെ കൂടെ റൂൾ 13 ആൻഡ് 14. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് സെക്ഷൻ 15 എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആൾറെഡി നമുക്കൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു. ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സെക്ഷൻ 15 എന്ന് പറയുന്നത്. അപ്പം നമുക്കിതെങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോ പഠിച്ചു. അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ബൈലോ നമ്മൾ ചെയ്ത ശേഷം അതിൻ്റെ എഫക്റ്റ് വരണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 13 എന്ന് പറയുന്നത് എന്താണ്, അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ഇനി ഇത് സെക്ഷൻ 14 എങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ബൈലോ അമെൻമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് തോന്നി നമ്മുടെ സൊസൈറ്റിയുടെ ഷെയർസൊക്കെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കളയാം, അല്ലെങ്കിൽ വേറെ സൊസൈറ്റിയുമായിട്ട് അമാൽഗമേറ്റ് ചെയ്ത് കളയാം എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയി. അതാണ് സെക്ഷൻ 14. അതിൻ്റെ കൂടെ എന്ത് കൂട്ടിച്ചേർക്കുന്നു, റൂൾ 13 ആൻഡ് റൂൾ 14 കൂടി കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രജിസ്ട്രാർക്ക് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഓൾറെഡി ഉള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കട്ട് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെക്ഷൻ 15 എന്ന് പറയുന്നത് എന്താണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ക്യാൻസലേഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നത്. കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും അർത്ഥമായിട്ട് മാറും. അപ്പോൾ അങ്ങനെയും ചിന്തിക്കരുത്, കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 16 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡീൽ ചെയ്യുന്നത് ഹൂ ക്യാൻ ബിക്കം മെമ്പേഴ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ദിസ് സെക്ഷൻ സ്പെസിഫൈസ് who can become members in a cooperative society. Usually membership of cooperative society is open to the following category of people and institution. അതായത് ഈ സെക്ഷൻ അനുസരിച്ചിട്ട് ആർക്കൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്, ഈ സെക്ഷൻ ഡീൽ ചെയ്യുന്നത്. സോ യൂഷ്വലി ഏതൊരു ഇൻഡിവിജ്വലിനും അതേപോലെ വേറെ ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും അതേപോലെ ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ദെൻ ബോഡി ഓഫ് പേഴ്സൺസ് അപ്രൂവ്ഡ് ബൈ ദി ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള പേഴ്സൺസിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർ ആവാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് ഇൻഡിവിജ്വൽ, സെക്കൻഡ് എനി അതർ സൊസൈറ്റി, തേർഡ് എ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ഫോർത്ത് ദ ഗവൺമെൻറ്, ദെൻ ഫിഫ്ത്ത് എ ബോഡി ഓഫ് പേഴ്സൺ അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ്. ഈ ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർ ആവാൻ വേണ്ടി പറ്റും. ഈ സെക്ഷനാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ തന്നെയാണ് സെക്ഷൻ 16 ആൻഡ് റൂൾ 16 ആൻഡ് 17. ക്വാളിഫിക്കേഷൻ ഫോർ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ്. അതായത് ഒരു പേഴ്സണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അതായത് സെർട്ടൻ ക്വാളിഫിക്കേഷൻ വേണം. ഓക്കെ, അതെന്തൊക്കെയാണെന്നാണ് ഈ സെക്ഷനിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ഹി മസ്റ്റ് ഹാവ് അറ്റൈൻഡ് ദി 18 ഇയേഴ്സ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ 18 വയസ്സ് തികഞ്ഞിരിക്കണം. സൊസൈറ്റീസ് ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റുഡൻസ് ആർ എക്സെപ്റ്റഡ് ഫ്രം ദീസ് പ്രൊവിഷൻസ്. അതായത് ഇതിൻ്റെ കേസ് ഇപ്പോൾ ചില സൊസൈറ്റികൾ സ്റ്റുഡൻസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റിക്ക് ഇരുന്നുള്ള ഇത് അപ്ലിക്കബിൾ അല്ല.
അതേപോലെ നെക്സ്റ്റ് ആണ് ഹി ഷുഡ് നോട്ട് ബി ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡുള്ള ആൾ ആകാൻ വേണ്ടി പാടില്ല. അതായത് ബുദ്ധിക്ക് തകരാറുള്ള ആൾ, ബുദ്ധിമാന്യമുള്ള ആളൊന്നും ആകാൻ വേണ്ടി പാടില്ല. സൗണ്ട് മൈൻഡുള്ള പേഴ്സൺ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹി ഷുഡ് നോട്ട് ബി ആൻ ഇൻസോൾവെൻറ്റ് ഓർ ഷുഡ് നോട്ട് ഹാവ് അപ്ലൈഡ് ഫോർ അഡ്ജുഡിക്കേഷൻ ആസ് ആൻ ഇൻസോൾവെൻറ്റ്. അതായത് എന്താണ്, ഇൻസോൾവെൻറ്റ് ആയിരിക്കാൻ വേണ്ടി പാടില്ല. ഇത് പാപ്പരാകുക അല്ലെങ്കിൽ പണമില്ലാത്ത ആളെന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ ഇൻസോൾവെൻറ്റ് ആവാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഹി ഷുഡ് നോട്ട് ഹാവ് ബീൻ സർചാർജ്ഡ്, അതായത് സർചാർജ് ചെയ്യപ്പെട്ട വ്യക്തിയാകാൻ വേണ്ടി പാടില്ല. അതൊരു പെർമനൻറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വ്യക്തി സർചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷം വരെ അദ്ദേഹത്തിന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർ ആവാൻ വേണ്ടി പറ്റില്ല. 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെമ്പർ ആവാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹി ഷുഡ് നോട്ട് ഹാവ് ബീൻ സെൻറ്റൻസ്ഡ് ഫോർ ഒഫൻസ് അതർ ദാൻ ഓഫ് പൊളിറ്റിക്കൽ നാച്ചർ ഓർ ഇൻവോൾവിങ് മോറൽ ട്രപ്റ്റ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കൾപ്രിറ്റ് ആവാൻ വേണ്ടി പാടില്ല. ഇതും എന്തല്ല, ഒരു പെർമനൻറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. ഒരു സെർട്ടൻ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം മെയിനായിട്ട് ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇൻ കേസ് മെമ്പറായി കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പം മെമ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് എന്ത് കിട്ടും, ഒരു തെളിവ് കിട്ടും. അതായത് നിങ്ങൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പറാണ് എന്ന് പറയുന്നുള്ള ഒരു തെളിവ് കിട്ടും. അപ്പം നെക്സ്റ്റ് ഡീല് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെക്സ്റ്റ് സെക്ഷനാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് റൂളാണ് റൂൾ 16A. നമ്മൾ ആ സൊസൈറ്റീസിൽ മെമ്പറായി കഴിഞ്ഞതിൻ്റെ തെളിവാണ്. എന്താണ് നമുക്ക് സാധാരണ തെളിവായി നൽകുക, ഐഡൻറ്റിറ്റി കാർഡ്. അപ്പോൾ റൂൾ 16A ഡീൽ ചെയ്യുന്നത് എന്താണ്, ഐഡൻറ്റിറ്റി കാർഡ്. സെക്ഷൻ 16 എന്തായിരുന്നു ഡീൽ ചെയ്തിട്ടുള്ളത്, ഹു ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് എ സൊസൈറ്റി. ദെൻ റൂൾ 16A ഡീൽ ചെയ്യുന്നത് എന്താണ്, ഐഡൻറ്റിറ്റി കാർഡാണ്. ഇപ്പോൾ റൂൾ 16A ഡീൽസ് ചെയ്യുന്നത് ഐഡൻറ്റിറ്റി കാർഡാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യേണ്ടത് 15 ഡേയ്സിനുള്ളിലാണ്. ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്, 15 ദിവസത്തിനുള്ളിലാണ്. അതേപോലെ തന്നെ ഇത് ഇഷ്യൂ ചെയ്യേണ്ടത് ഫോം നമ്പർ 6A അപ്പോൾ അതിൽ റൂൾ 16 6 ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഈ ഫോം നമ്പർ 6A എന്ത് ചെയ്യേണ്ടത്, ഇത് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ കേസ് ഈ ഐഡൻറ്റിറ്റി കാർഡ് റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഷ്യൂ ചെയ്യാൻ റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് രജിസ്ട്രാർ അടുത്ത് അപ്പീലിന് പോകുന്നതെങ്കിൽ 15 ഡേയ്സിനുള്ളിൽ പോകണം. സോ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്ത് ചെയ്യണം, 30 ഡേയ്സിനുള്ളിൽ എടുത്തിരിക്കണം. അതേപോലെ ഈ ഐഡൻറ്റിറ്റി കാർഡ് പ്രോപ്പറായിട്ട് സെക്രട്ടറി സൈൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ റൂൾ 16A എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി കാർഡാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് എപ്പോഴും കൊടുക്കുന്നത് ഫോം നമ്പർ 6A അതാണ് 15 ഡേയ്സിനുള്ളിൽ ഇഷ്യൂ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ ഐഡൻറ്റിറ്റി കാർഡിൽ സെക്രട്ടറി എന്ത് ചെയ്യണം, സൈൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 17 ആൻഡ് റൂൾ 18. സെക്ഷൻ 17 ആൻഡ് റൂൾ 18 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 17 ആൻഡ് റൂൾ 18 ജസ്റ്റ് നമുക്കതൊന്ന് കണക്ട് ചെയ്യാം. അതായത് ഇൻ കേസ് നമുക്ക് എന്ത് ചെയ്തില്ല, 18 ഇയേഴ്സ് അറ്റൻഡ് ആയില്ല, 18 വയസ്സ് നമുക്ക് തികഞ്ഞില്ല, കണക്ട് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. 18 വയസ്സ് നമുക്ക് തികഞ്ഞില്ല. അപ്പോൾ നമുക്ക് നോക്കാം, റൂൾ 18 18 വയസ്സ് നമുക്ക് തികഞ്ഞില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് 17 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. അപ്പോൾ അങ്ങനെ നമുക്കത് കണക്ട് ചെയ്യാം. അപ്പോൾ സെക്ഷൻ 17 ആകുമ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ ചെയ്ത് 18 വയസ്സാവാത്തത് കൊണ്ട്, റൂൾ 18 ആവാത്തത് കൊണ്ട് നമ്മളെ എക്സ്പെൽ ചെയ്യുന്നു. So a member can be expelled if he has acted against the interest of the society or has failed to comply with the provisions of the bylaw. But this allegation has to be proved beyond any doubt. There is a prescribed procedure for the expulsion of the members. അതായത് ഒരു മെമ്പർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഇൻട്രസ്റ്റിനെതിരെയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഓഫ് ദി ബൈലോ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, നമ്മൾ എക്സ്പെൽ ചെയ്യും. ബട്ട് ഈ അലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ഡൗട്ടും ഇല്ലാതെ തെളിയിക്കപ്പെട്ടതായിരിക്കണം. ഫുള്ള് കുറ്റകൃത്യം പൂർണ്ണമായിട്ടും തെളിയിക്കപ്പെട്ടതെങ്കിൽ മാത്രമേ
നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അങ്ങനെയുള്ള മെമ്പേഴ്സിനെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നിന്ന് എക്സ്പെൽ ചെയ്യുകയുള്ളൂ. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി അതിനായിട്ട് എന്ത് ചെയ്യണം, കൂടണം. അതിൽ 2/3 മെജോറിറ്റീസ് ഓഫ് പേഴ്സൺ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ കാര്യം എന്ത് ചെയ്യണം, 15 ഡേയ്സിനുള്ളിൽ ആ വ്യക്തിയെ അറിയിച്ചിരിക്കണം. സോ ആ 15 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ കുറ്റാരോപിതനായിട്ടുള്ള ഈ വ്യക്തി എന്ന് പറയണം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കണം, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ പ്രസൻറ്റ് ചെയ്തിരിക്കണം. അതായത് അയാളുടെ ഭാഗം പറയാൻ ഒരവസരം കൊടുത്തിരിക്കണം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം, കണക്ട് ചെയ്ത് റിവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് സെക്ഷൻ 12 ആണ്, അമെൻമെൻറ്റ് ഓഫ് ബൈലോ. അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ബൈലോൻ്റെ എഫക്റ്റ് എപ്പോഴാണ് വരുന്നത്, സെക്ഷൻ 13 വരുന്നത്, ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് അമെൻമെൻറ്റ്. അപ്പോൾ അമെൻമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ തോന്നിയത്, നമ്മളെ അസറ്റ് ലാബിലിറ്റി ഒക്കെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കളയാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെക്ഷൻ 14. അതിൻ്റെ കൂടെ എന്ത് വരും, റൂൾ 13 ആൻഡ് 14, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്, അല്ലെങ്കിൽ അമാൽഗമേഷൻ, അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ഷെയർസ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, രജിസ്ട്രാർക്ക് ദേഷ്യം വന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രാർ എന്ത് ചെയ്തു, അത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 15, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻസ് ഓഫ് മെമ്പർഷിപ്പ്. ഇത് സെക്ഷൻ 15 കഴിഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 16 എന്ന് പറയുന്നത്. ഹൂ ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹൂ ക്യാൻ ബിക്കം ദ മെമ്പർ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ മെമ്പർഷിപ്പ് ഡിസിഷൻ എന്ത് ചെയ്യണം, 2 മന്ത്സിനുള്ളിൽ എടുത്തിരിക്കണം. റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15 ഡേയ്സിനുള്ളിൽ അറിയിച്ചിരിക്കണം. സോ എന്ത് ചെയ്ത് നമ്മൾ മെമ്പർഷിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് മെമ്പർഷിപ്പിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് എന്ത് തരും, ഒരു ഐഡൻറ്റിറ്റി കാർഡ് തരും. അപ്പോൾ റൂൾ 16 ഐഡൻറ്റിറ്റി കാർഡ് തരുന്ന ഇതിലാണ് ഫോം നമ്പർ 6A നമുക്ക് എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിറ്റി കാർഡ് തരുന്നത്. അത് 15 ഡേയ്സിനുള്ളിൽ നമുക്ക് തരണം, അത് പെട്ടെന്ന് കിട്ടണം. 15 ഡേയ്സിനുള്ളിൽ നമ്മൾക്ക് അതിൽ കിട്ടണം. അതായത് എന്തെങ്കിലും കാരണത്തിൽ ആ റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർസിന് അപ്പീൽ കൊടുക്കുക. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഡിസിഷൻ രജിസ്ട്രാർ 30 ഡേയ്സിനുള്ളിൽ എടുക്കും. അതേപോലെ ഐഡൻറ്റിറ്റി കാർഡ് സെക്രട്ടറി സൈൻ ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്തു, സെക്ഷൻ 7 അതായത് 17ാമത്തെ വയസ്സിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആക്ച്വലി നമുക്ക് കാണേണ്ടത് എത്രയാണ്, 18 വയസ്സാണ്, അതായത് 17 വയസ്സാണ്. അപ്പോൾ സെക്ഷൻ 17 ആൻഡ് റൂൾ 18, എക്സ്പെൽഷൻ ഓഫ് മെമ്പർഷിപ്പ്. അങ്ങനെ നമ്മൾ 18ാം വയസ്സിലെ 17ാം വയസ്സിലെ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ്പെൽ ചെയ്യുന്നു. സോ എക്സ്പെൽഷൻ ഓഫ് മെമ്പർഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലാണ് മെമ്പേഴ്സിനെ എക്സ്പെൽ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യണം, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് അതിനായിട്ട് വേണ്ടി വിളിച്ച് കൂട്ടണം. 2/3 മെജോറിറ്റി വേണം. അതേപോലെ മെമ്പറെ ഇൻഫോം ചെയ്ത് 15 ഡേയ്സ് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 18 എന്ന് പറയുന്നത്. സെക്ഷൻ 18 ഡീൽ ചെയ്യുന്നത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറാണ്. ദിസ് സെക്ഷൻ റിലേറ്റഡ് ടു നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. A society may admit any individual as nominal or associate member. Such a member will not have all the right and liabilities of a full-fledged member. അതായത് ഒരു സൊസൈറ്റിക്ക് ആരെ വേണമെങ്കിലും നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറാക്കി വെക്കാൻ വേണ്ടി പറ്റും. ബട്ട് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് മെമ്പറിനുള്ളത് പോലുള്ള റൈറ്റ് ആർക്കില്ല, നോമിനൽ മെമ്പേഴ്സിനില്ല. അതേപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. അപ്പോൾ സെക്ഷൻ 18 ഡീൽ ചെയ്യുന്നത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിനാണ്. മറ്റുള്ള മെമ്പേഴ്സിനെ പോലെ യാതൊരു റൈറ്റും ഇല്ല, അതേപോലെ പ്രത്യേകിച്ച് എന്തില്ല, വോട്ടിംഗ് റൈറ്റും ഇല്ല. അപ്പം നമ്മൾ സെക്ഷൻ 17 ആൻഡ് റൂൾ 18 പഠിച്ചത് എന്താണ്, എക്സ്പെൽഷൻ ഓഫ് മെമ്പറാണ് നമ്മൾ പഠിച്ചത്. സോ അത് നമ്മൾ ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും, സെക്ഷൻ 17 ആൻഡ് റൂൾ 18 നമ്മൾ മെമ്പറിനെ എക്സ്പെൽ ചെയ്തു. എന്തുകൊണ്ട് എക്സ്പെൽ ചെയ്തത്, 18 ഇയേഴ്സ് ആവാത്തതുകൊണ്ടാണ് എക്സ്പെൽ ചെയ്തത്. നെക്സ്റ്റ് സെക്ഷൻ എങ്ങനെയാണ്, സെക്ഷൻ 18 ആണ്. അപ്പോൾ 18 വയസ്സാകുമ്പോൾ നമുക്ക് എന്താകാൻ വേണ്ടി പറ്റി, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ആകാൻ വേണ്ടി പറ്റി. സോ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 20. സെക്ഷൻ 20 ഡീൽ ചെയ്തത് വോട്ട് ഓഫ് മെമ്പേഴ്സ്. അതേപോലെ റൂൾ 19 ആൻഡ് സെക്ഷൻ 20 ഡീൽസ് വിത്ത് വോട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഈ വോട്ട് ഓഫ് മെമ്പേഴ്സിൽ പറയുന്നത് എന്താണ്, എല്ലാ മെമ്പേഴ്സിനും
എന്തുണ്ട്, സൊസൈറ്റിയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, എക്സെപ്റ്റ് ദ നോമിനൽ ആൻഡ് അസോസിയേറ്റ് മെമ്പേഴ്സ്. നോമിനൽ ആൻഡ് അസോസിയേറ്റ് മെമ്പേഴ്സിനൊഴികെ ബാക്കി എല്ലാ മെമ്പേഴ്സിനും എന്തുണ്ട്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. A member admitted within 16 days immediately prior to the date of election shall not have the right of vote. അതായത് ഒരു മെമ്പർ ഇലക്ഷന് 60 ഡേയ്സ് 60 ദിവസം മുൻപ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ മെമ്പറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തില്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ല. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. നോമിനൽ ഒരു അസോസിയേറ്റ് മെമ്പേഴ്സിനും വോട്ടില്ല, അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു മെമ്പറിന് ഇലക്ഷന് 60 ദിവസം മുമ്പാണ് സൊസൈറ്റിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്കും എന്തില്ല, വോട്ടില്ല. അപ്പോൾ സെക്ഷൻ 20 ഡീൽ ചെയ്യുന്നത് എന്താണ്, വോട്ട് ഓഫ് മെമ്പേഴ്സ്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 21 എന്ന് പറയുന്നത്. സെക്ഷൻ 21 മാനർ ഓഫ് എക്സൈസിങ് വോട്ട്. That means, according to this section, every member in a society shall have only one vote and it is to be exercised in person. That means, voting by proxy is not allowed. അതായത് ഈ സെക്ഷൻ 21 പ്രകാരം ഒരു വ്യക്തിക്ക് ഒരു വോട്ടാണുള്ളത്. അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന തന്നെ 1 man 1 vote എന്നുള്ള പ്രിൻസിപ്പിളിലാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഷെയർസ്. അതുപോലെ തന്നെ ഇവിടെ എന്തില്ല, ചില കേസുകളിൽ പ്രോക്സി എന്തില്ല, അലൗഡ് അല്ല. അപ്പം നമുക്കിതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കണക്ട് ചെയ്യുകയെന്ന്. നമ്മൾ പ്രീവിയസിൽ പറഞ്ഞാണ് സെക്ഷൻ 17. സെക്ഷൻ 17 ആൻഡ് റൂൾ 18 എന്നുള്ളതാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സാണ്. എന്തുകൊണ്ടാണ് നമ്മൾ 18 വയസ്സ് തികയാതെ 17 ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് നമ്മളെ എക്സ്പെൽ ചെയ്തു. ഇത് കണക്ട് ചെയ്യുന്ന രീതിയാണ് കേട്ടോ, അത് മറ്റൊരു രീതിയിൽ എടുക്കരുത്. ദെൻ നെക്സ്റ്റ് ആണ് സെക്ഷൻ 18 എന്നുള്ളത്. സോ നമുക്ക് 18 വയസ്സ് തികഞ്ഞ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാകുമ്പോൾ നമ്മൾ എന്താക്കി മാറ്റി, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറാക്കി മാറ്റി. നമ്മളൊരു മെമ്പറായി മാറിക്കഴിഞ്ഞു, ഇനി നമുക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് സെക്ഷൻ 18 കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് റൂൾ 19ലേക്കാണ്. റൂൾ 19 വോട്ടിങ്ങിനെ ഡീൽ ചെയ്യുന്നു. ദെൻ സെക്ഷൻ 20 എന്ത് ചെയ്യുന്നു, വോട്ട് ഓഫ് മെമ്പേഴ്സ് ഡീൽ ചെയ്യുന്നു. സെക്ഷൻ 21 മാനർ ഓഫ് എക്സൈസിങ് ദ വോട്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഓർത്ത് വെക്കാനുള്ളത് 1 man 1 vote പ്രിൻസിപ്പളാണ്. അതേപോലെ ഇലക്ഷന് 60 ഡേയ്സ് മുൻപ് ഒരാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തില്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ, that is section 22 ആണ് restriction on holding of shares. According to this section, the maximum share held by a member shall not exceed 1/5 of the total share capital. അപ്പോൾ സെക്ഷൻ 22 പ്രകാരം ഒരു മെമ്പർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ എന്ന് പറയുന്നത് 1/5 കൂടാൻ വേണ്ടി പാടില്ല. 1/5 ഓഫ് ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൽ കൂടാൻ വേണ്ടി പാടില്ല. Then section 23 restriction on transfer of shares. Restriction on transfer of shares. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, സെക്ഷൻ 23 എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. അതായത് ഒരു മെമ്പറിനെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അദ്ദേഹം അക്വയർ ചെയ്തിട്ടുള്ള ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ സെർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 3 വർഷം വരെ നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഒരു ഷെയർസ് മറ്റൊരാൾക്കോ അല്ലെങ്കിൽ മറ്റൊന്നും കാരണത്തിലോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ നെക്സ്റ്റ് ആണ് സെക്ഷൻ 24 റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർസ്. റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർസ്. അതുപോലെ തന്നെ വിഡ്രോവലിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്, 3 വർഷം കഴിയാതെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് ഷെയർസ് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും വിഡ്രോ ചെയ്യണമെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, 3 years എങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുകയുള്ളൂ. അപ്പോൾ സെക്ഷൻ 24 എന്ന് പറയുന്നത് എന്താണ്, റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ദി ഷെയർസ് ആണ്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ ഇതാണ്, റൂൾ 25. അപ്പം നമ്മൾ സെക്ഷൻ 24 ആണ് ലാസ്റ്റ് പഠിച്ചത്, റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർസ്. ദെൻ റൂൾ 25 മെമ്പേഴ്സ് റൈറ്റ് ടു ഇൻസ്പെക്ട് ദി അക്കൗണ്ട്സ് ഓഫ് ദി സൊസൈറ്റി. ദിസ് മീൻസ് a member of a society is entitled to inspect the accounts of society. He can do this either by himself or through agent who is a member of society.
but he has to give an authorization in writing. റൂൾ 25 പ്രകാരം ഒരു മെമ്പറിന് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട് ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. സോ അങ്ങനെ ഇൻസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഓതറൈസേഷൻ, റൈറ്റിംഗ് ഓതറൈസേഷൻ കൊടുക്കണം. അതേപോലെ തന്നെ ഇൻസ്പെക്ഷൻ ഫീസും എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. സൊസൈറ്റിയുടെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്പെക്ഷൻ ഫീസും ആ മെമ്പർ കൊടുത്തിരിക്കണം. ഇത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. സെക്ഷൻ 17 ആൻഡ് റൂൾ 18 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അത് എന്താ ഡീൽ ചെയ്യുന്നത്? എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് പാസ്ഡ്. ദെൻ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് സെക്ഷൻ 18. ഇപ്പം നമുക്ക് 18 വയസ്സായി. നമ്മൾ 18 വയസ്സായപ്പോൾ ആരായിട്ട് മാറി? നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട് മാറി. സോ അങ്ങനെയുള്ള ആൾക്ക് എന്ത് ഇല്ല? നോ വോട്ടിംഗ് റൈറ്റ്. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിന് നോ വോട്ടിംഗ് റൈറ്റ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെ പഠിച്ചു. സെക്ഷൻ 18 നോമിനൽ അസോസിയേറ്റ് മെമ്പേഴ്സാണ്. നമ്മൾ അസോസിയേറ്റ് മെമ്പേഴ്സ് ആയി കഴിഞ്ഞപ്പാട് നമ്മൾ എന്തുണ്ട്? നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വോട്ടിംഗ് ആണ്. അപ്പോൾ റൂൾ 19 എന്ന് പറയുന്നത് വോട്ടിംഗ് ആണ്. ദെൻ നെക്സ്റ്റിലേക്ക് വരും സെക്ഷൻ 20. സെക്ഷൻ 20 വോട്ട് ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ എന്താണ്? ഒരു വ്യക്തിയെ, ഒരു മെമ്പറിനെ ഇലക്ഷന് 60 ഡേയ്സിന് മുമ്പാണ് അഡ്മിറ്റ് ചെയ്തതെങ്കിൽ അവർക്ക് എന്തില്ല? വോട്ടില്ല. അതേപോലെ നമ്മൾ ആദ്യം നോമിനൽ അസോസിയേറ്റ് മെമ്പേഴ്സിന് വോട്ടിന് വേണ്ടി പ്രവർത്തിച്ചില്ലേ? അവർക്കും എന്തില്ല? വോട്ടില്ല. ദെൻ സെക്ഷൻ 21 മാനർ ഓഫ് എക്സൈസിങ് വോട്ട്. അതെന്താണ്? 1 man 1 vote പ്രിൻസിപ്പളാണ്. സർട്ടൻ കേസസ് അങ്ങനെ അല്ല. അതുപോലെ നോമിനൽ അസോസിയേറ്റ് മെമ്പേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഇനി നമ്മൾ സെക്ഷൻ 22. അപ്പോൾ വോട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സെക്ഷൻ 22 അവിടെ എന്ത് ചെയ്യും? നമ്മൾ റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർസ്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ പക്വത എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒന്നും കൂടി നമുക്ക് വരും. അപ്പോൾ നമ്മൾ സെക്ഷൻ 22 റെസ്ട്രിക്ഷൻ വന്നു. നമുക്ക് എന്തിന്? ഹോൾഡിംഗ് ഓഫ് ഷെയർസിൽ നമുക്ക് റെസ്ട്രിക്ഷൻ വന്നു. സെക്ഷൻ 22 റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ദി ഷെയർസ്. എത്ര ഷെയർസ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നോട്ട് ലെസ് ദാൻ 1/5 ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറേ റെസ്ട്രിക്ഷൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് 23ലും റെസ്ട്രിക്ഷൻ തന്നെയാണ്. റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ദെൻ സെക്ഷൻ 24 റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർസ്. അതായത് 3 years കഴിയാതെ ഒരു സൊസൈറ്റിയിൽ നിന്ന് മറ്റൊരു സൊസൈറ്റിയിലേക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനോ ദെൻ ഷെയർ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ വരുന്നതാണ് ഇപ്പോൾ സെക്ഷൻ 24 വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ദെൻ റൂൾ 25 ആണ് നെക്സ്റ്റ് വരുന്നത്. എന്താണ്? മെമ്പേഴ്സ് റൈറ്റ് ടു ഇൻസ്പെക്ട് ദി അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റി. അതായത് മെമ്പേഴ്സിന് സൊസൈറ്റിയുടെ അക്കൗണ്ട് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി സെക്ഷൻ 27 റൂൾ 34. സോ എന്താണെന്ന് നോക്കാം. എ സ്മോളർ ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഔട്ട് ഓഫ് ജനറൽ ബോഡി ഈസ് കോൾഡ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. അതായത് ജനറൽ ബോഡിയെ കൂടാതെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്മോൾ ജനറൽ ബോഡിയെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ പേരിൽ തന്നെയാണ് റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് പ്രതിനിധികളുടെ ജനറൽ ബോഡി. അപ്പോൾ ജനറൽ ബോഡിയെ കൂടാതെ തന്നെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ജനറൽ ബോഡിയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. റെപ്രസെൻറ്റേറ്റീവ് മീൻസ് പ്രതിനിധികൾ. അതായത് ഇപ്പോൾ ടോട്ടലായിട്ട് ഒരു 1000 ആൾക്കാർ ഉണ്ടെങ്കിൽ അതിലെന്തായിരിക്കും? ഒരു 10 പേര് മാത്രമായിരിക്കും റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ 1000 ആൾക്ക് വേണ്ടി 10 പേർ റെപ്രസെൻറ്റേറ്റീവ്സ് ചെയ്യുന്നു. അപ്പോൾ അതാണെന്ന് പറയുന്നത് ടോട്ടൽ 1000 ആൾക്കാരുള്ളതിന് 10 പേർ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയാണ്. അപ്പോൾ ജനറൽ ബോഡിയെ കൂടാതെയുള്ള സ്മോൾ ജനറൽ ബോഡിയാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ജനറൽ ബോഡിയിൽ എന്തുണ്ടാവും? കൂടുതൽ ആളുകളുണ്ടാവും. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ എന്ത് മാത്രമേ ഉണ്ടാവും? കുറച്ചാൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഡീൽ ചെയ്യുന്ന സെക്ഷൻ 27 സബ്സെക്ഷൻ 2 ആൻഡ് റൂൾ 34 ആണ്. എ സൊസൈറ്റി വിത്ത് ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ 1 or more താലൂക്ക് ക്യാൻ ഫോം എ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. അതായത് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്നാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ എന്ന് പറയുന്നത് 1 അതിലധികമോ അല്ലെങ്കിൽ 1 കൂടുതൽ താലൂക്കിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഒരു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സ് 1000-ൽ താഴെയാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അവർക്ക് അതായത് ഈ
റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കണ്ടീഷൻസ് ഇതാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ താലൂക്കിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ടെങ്കിലും അതിലെ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 1000 ആണെങ്കിലും മാത്രമേ നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ മാക്സിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 500 ആണ്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ മാക്സിമം മെമ്പേഴ്സ് എന്താണ്, 500 ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കണക്കൊന്ന് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ഡസ് നോട്ട് എക്സീഡ് 2500. അതായത് ഒരു സൊസൈറ്റിയിൽ 2500 വരെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, അപ് ടു 2500 വരെ ഉണ്ടെങ്കിൽ അതിലുള്ള റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത് 50 മെമ്പേഴ്സാണ്. ദെൻ ഇൻ ബിറ്റ്വീൻ 2500 ആൻഡ് ബിലോ 10,000, അതായത് ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2500-നും 10,000-നും ഇടയിലാണെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 ആണ്. അല്ലാത്ത കേസിലൊക്കെ എന്താണ്, 500 ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർമ്മിച്ച് നോക്കാം. The election to the representative general body of a cooperative society shall be done by State Cooperative Election Commission. അതായത് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് ആരാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. Then the representative general body shall constituted or reconstituted once in 5 years. അതായത് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ത് ചെയ്യാം, ഒരു 5 വർഷത്തിൽ ഒരിക്കൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെക്കുറിച്ച് പഠിക്കേണ്ടത്. നെക്സ്റ്റ് വണ്ണാണ് അഡ്ഹോക് കമ്മിറ്റി. അതായത് അഡ്ഹോക് കമ്മിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫസ്റ്റ് കമ്മിറ്റി ഓഫ് എ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി കൺവെൻഡ് ബൈ ചീഫ് പ്രൊമോട്ടർ ഈസ് കോൾഡ് അഡ്ഹോക് ഓർ പ്രൊമോട്ടർ കമ്മിറ്റി. അതായത് ഈ അഡ്ഹോക് കമ്മിറ്റീനെ പ്രൊമോട്ടർ കമ്മിറ്റി എന്നും കൂടി അറിയപ്പെടുന്നു. അതായത് ചീഫ് പ്രൊമോട്ടർ കൺവെൻ ചെയ്യുന്ന കമ്മിറ്റിയാണ് നമ്മളെന്ന് പറഞ്ഞ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ പീരിയഡ് എന്ന് പറയുന്നത് 3 months ആണ്. ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ചെയ്തത് മുതൽ 3 മാസം വരെയാണ് ഇതിൻ്റെ കാലാവധി. അതുപോലെ തന്നെ ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിൽ 3 മുതൽ 5 വരെയുള്ള മെമ്പേഴ്സ് ഉണ്ടാവും. ദ പ്രൊമോട്ടർ കമ്മിറ്റി ഇലക്ട് ദ ചീഫ് പ്രൊമോട്ടർ ടു പെർഫോം ദ ഡ്യൂട്ടീസ് റിഗാർഡിംഗ് രജിസ്ട്രേഷൻ. അതായത് ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയാണ് ചീഫ് പ്രൊമോട്ടറെ തിരഞ്ഞെടുക്കുന്നത്. രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി എന്ത് ചെയ്യും, ചീഫ് പ്രൊമോട്ടറെ തിരഞ്ഞെടുക്കും. അപ്പോൾ ഒന്നും കൂടി പറയാം, അഡ്ഹോക് കമ്മിറ്റീനെ നമ്മൾ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി ഒന്നും കൂടി അറിയപ്പെടുന്നു. അതായത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് പോലെ 3 മാസം വരെയാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 3 to 5 മെമ്പേഴ്സ് വരെ ഉണ്ടാവും. അപ്പോൾ രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാരാണ്, ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 28, മാനേജിങ് കമ്മിറ്റി. അപ്പോൾ നമുക്ക് ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെയും മാനേജിങ് കമ്മിറ്റിയെയും നമുക്ക് ലിങ്ക് ചെയ്ത് അങ്ങനെ പഠിക്കാൻ നോക്കാം. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി 27, അതിൽ നിന്ന് 2 എടുക്കാം. 2 സബ്സെക്ഷൻ 2 ആൻഡ് അതിൻ്റെ കൂടെ ഒരു 7 കൂട്ടുക, റൂൾ 34. അപ്പോൾ മാനേജിങ് കമ്മിറ്റി റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത് 27 സബ്സെക്ഷൻ 2 ആൻഡ് റൂൾ 34. അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ എന്താണ്, കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ആണ് കുറച്ചും കൂടി മെമ്പേഴ്സ് വേണം. അതെന്താണ്, മാനേജിങ് കമ്മിറ്റിയാണ്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനാണ് 28. സെക്ഷൻ 28 എന്താണ്, മാനേജിങ് കമ്മിറ്റിയാണ്. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവിന് കുറച്ച് മാത്രം ഉണ്ടാവും, മാനേജിങ് കമ്മിറ്റിയിൽ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ടാവും. അപ്പോൾ 28 എന്ന് പറയുന്നത് എന്താണ്, മാനേജിങ് കമ്മിറ്റി. അപ്പോൾ ഈ മാനേജിങ് കമ്മിറ്റീനെ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് എന്നറിയപ്പെടും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് എന്നാണ് മാനേജിങ് കമ്മിറ്റിയെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ദ മാനേജ്മെൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വെസ്റ്റഡ് വിത്ത് മാനേജിങ് കമ്മിറ്റി. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് നടത്തുന്ന ആരാണ്, മാനേജിങ് കമ്മിറ്റിയാണ്. ഈ മാനേജിങ് കമ്മിറ്റിയെ ഇലക്ട് ചെയ്യുന്നത് ജനറൽ ബോഡിയാണ് എന്ത് ചെയ്യുന്നത്, മാനേജിങ് കമ്മിറ്റീനെ ഇലക്ട് ചെയ്യുന്നത്. അതുപോലെ ദ ടേം ഓഫ് മാനേജിങ് കമ്മിറ്റി ഈസ് 5 years. 5 വർഷമാണ് ഒരു മാനേജിങ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ മാനേജിങ് കമ്മിറ്റി ഓഫ് എ പ്രൈമറി സൊസൈറ്റി. അതായത് ഒരു പ്രൈമറി സൊസൈറ്റിയിലുള്ള മാനേജിങ് കമ്മിറ്റിയിലെ മിനിമം അംഗങ്ങളുടെ എണ്ണം എത്രയാണ്, 7 ആണ്. മാക്സിമം 15. പ്രൈമറി സൊസൈറ്റിയിലുള്ള മാനേജിങ് കമ്മിറ്റിയിലുള്ള
മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 7ഉം മാക്സിമം 15ഉമാണ്. ദെൻ ഇൻ കേസ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ഈസ് മാക്സിമം നമ്പർ 21. അതായത് അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയുടെ കാര്യത്തിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? 21 ആണ്. ദെൻ നെക്സ്റ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റീനെ കുറിച്ച് പറയാനുള്ളതാണ്. ദി അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഓഫ് എ സൊസൈറ്റി ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിങ് കമ്മിറ്റി. അതായത് മെമ്പേഴ്സിൻ്റെ അഡ്മിഷനും ഷെയർ അലോട്ട്മെൻറ്റും ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജിങ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ ദ മാനേജിങ് കമ്മിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ അപ്പോയിൻറ്റിംഗ് ഇൻറ്റേർണൽ ഓഡിറ്റർ. അതായത് ഇൻറ്റേർണൽ ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി മാനേജിങ് കമ്മിറ്റിക്ക് ഉള്ളതാണ്. ദെൻ ദ പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സർപ്ലസ് ഫണ്ട് ഈസ് എ ഡ്യൂട്ടി ഓഫ് മാനേജിങ് കമ്മിറ്റി. അതേപോലെ സർപ്ലസ് ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. മാനേജിംഗ് കമ്മിറ്റി ഓഫ് അർബൻ ബാങ്ക് കൺസിസ്റ്റ് ഓഫ് നോട്ട് ലെസ് ദാൻ 2 പ്രൊഫഷണൽ ക്വാളിഫൈഡ് പേഴ്സൺ. അതായത് ഒരു അർബൻ ബാങ്കിലുള്ള മാനേജിംഗ് കമ്മിറ്റി കൺസിസ്റ്റ് ചെയ്യുന്നത് 2ൽ കുറയാത്ത പ്രൊഫഷണലി ക്വാളിഫൈഡ് പേഴ്സണിലായിരിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റി ഷുഡ് റെക്ടിഫൈ ദ ഡിഫക്റ്റ് മെൻഷൻഡ് ഇൻ ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് and submit the rectification report to DCA and RCS within 2 months from the date of receipt of audit report. അതായത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ മെൻഷൻ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് അത് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് DCAക്കും അതേപോലെ RCSനും ഈ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം 2 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി മാനേജിംഗ് കമ്മിറ്റിക്കുള്ളതാണ്. ദെൻ ദ പെയ്ഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഹൂ ഈസ് എ മെമ്പർ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഈസ് മാനേജിംഗ് ഡയറക്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പെയ്ഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഹൂ ഈസ് എ മെമ്പർ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഈസ് മാനേജിംഗ് ഡയറക്ടറാണ്. അതേപോലെ പ്രൊസീഡിങ്സ് ഓഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിൽ ബി റാറ്റിഫൈഡ് ബൈ മാനേജിംഗ് കമ്മിറ്റി. അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രൊസീഡിങ്സ് ഒക്കെ റാറ്റിഫൈ ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. അതേപോലെ തന്നെ ഇതിലുള്ള 3 സീറ്റ് മാനേജിംഗ് കമ്മിറ്റിയിലുള്ള 3 സീറ്റ് വിമൻ മെമ്പേഴ്സിനും 1 സീറ്റ് SC ST കാസ്റ്റിനുമാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. 3 സീറ്റ് വിമൻ മെമ്പേഴ്സിനും അതേപോലെ 1 സീറ്റ് എന്ന് പറയുന്നത് ST അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിനും വേണ്ടിയിട്ട് നീക്കി വെച്ചതാണ്. സെക്ഷൻ 28 ആൻഡ് റൂൾ 44 ഡീൽ ചെയ്യുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് നമുക്ക് നോക്കാം ജസ്റ്റ് എന്താണ് അതൊക്കെയെന്ന്. അതായത് ഇഫ് ഹീ ഈസ് അൺസൗണ്ട് മൈൻഡ് മൈനർ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. അതായത് അൺസൗണ്ട് മൈൻഡുള്ള ഒരാൾക്ക് അതേപോലെ മൈനർക്ക് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിന് ഇവയൊക്കെ എന്താവാൻ വേണ്ടി പറ്റില്ല? മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ മെമ്പറാവാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഫോർ ബീയിങ് എ കമ്മിറ്റി മെമ്പർ ഹി ഷുഡ് നോട്ട് ബി കമ്മിറ്റി മെമ്പർ ഓഫ് മോർ ദാൻ 2 സൊസൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ആൻഡ് ദ സെയിം ടൈപ്പ്. അതായത് 2ലധികം മാനേജിങ് കമ്മിറ്റിയിൽ ഉള്ള ഒരാൾക്ക് അത് ഡിഫറെൻറ്റ് ടൈപ്പുള്ള സൊസൈറ്റി ആവാം, സെയിം ടൈപ്പുള്ള സൊസൈറ്റി ആവാം. അങ്ങനെയുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പറാകാൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ പെയ്ഡ് എംപ്ലോയിയുടെ നിയർ റിലേറ്റീവ് ആണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പറാവാൻ വേണ്ടി പറ്റില്ല. Then if he is interested in any transaction of the society directly or indirectly on matter other than investment and borrowing. അതായത് ഇൻ കേസ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബോറോവിനെ കൂടാതെ വേറെ ഏതെങ്കിലും മാറ്ററിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മീൻസ് സം ഇല്ലീഗൽ മാറ്റേഴ്സിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അതായത് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ആവാൻ വേണ്ടി പറ്റില്ല. അതേപോലെ ക്രിമിനൽ ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മാനേജിംഗ് കമ്മിറ്റി ആവാൻ വേണ്ടി പറ്റില്ല. ദെൻ ഇഫ് he has been surcharged as per section 68. അതായത് 68 പ്രകാരം സെക്ഷൻ 68 പ്രകാരം സർചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും മാനേജിംഗ് കമ്മിറ്റിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മെമ്പറാകാൻ വേണ്ടി പറ്റില്ല.
ദെൻ ഇഫ് ഹീ ഈസ് ഡിസ്ക്വാളിഫൈഡ് അണ്ടർ എനി അതർ പ്രൊവിഷൻ ഇൻ ബൈലോസ് ഓഫ് ദി സൊസൈറ്റി, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോസ് പ്രകാരം ഏതെങ്കിലും ഒരു കാര്യത്തിന് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മാനേജിങ് കമ്മിറ്റിയിൽ മെമ്പർ ആവാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ആണ് സെക്ഷൻ 28A എന്ന് പറയുന്നത്. സെക്ഷൻ 28A, റിസർവേഷൻ ഫോർ വിമൻ മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ദ കമ്മിറ്റി. അതായത് സെക്ഷൻ 28 ഡീൽ ചെയ്യുന്നത് റിസർവേഷൻ ഫോർ വിമൻ മെമ്പേഴ്സ് ആൻഡ് SC/ST കാറ്റഗറിക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയാണ് റിസർവേഷൻ കൊടുത്തിട്ടുള്ളത് വിമന്, അതായത് 3 സീറ്റ് വിമൻ മെമ്പേഴ്സിനും 1 സീറ്റ് എന്ന് പറയുന്നത് SC/ST മെമ്പേഴ്സിനുമാണ് റിസർവേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൽ പഠിച്ചത് മാനേജിങ് കമ്മിറ്റി 28 ആണ്. ദെൻ അതേപോലെ സെക്ഷൻ 28 ആൻഡ് റൂൾ 44 എന്ന് പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മാനേജിങ് കമ്മിറ്റി മെമ്പർ. ദെൻ 28A എന്താണ്, റിസർവേഷൻ ഫോർ വിമൻ മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു SC/ST കാറ്റഗറീസ്. ഇനി നെക്സ്റ്റ് ആണ് സെക്ഷൻ 28B. സെക്ഷൻ 28B ഡീൽ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. The State Cooperative Election Commission shall be appointed by government. ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഫസ്റ്റത്തെ പോയിന്റ് ഇത് നോട്ട് ചെയ്ത് നോക്കുക. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഒന്നാമത്തെ പോയിന്റ്. നെക്സ്റ്റ് പറയാം, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ കണ്ടക്ട് ഇലക്ഷൻ ടു ഓൾ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ആൻഡ് ഓഫീസ് ബിയറേഴ്സ് ഓഫ് ദി സൊസൈറ്റി. അതായത് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കും അതേപോലെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയും അതേപോലെ സൊസൈറ്റിയിലുള്ള ഓഫീസ് ബിയറേഴ്സിൻ്റെയും ഇലക്ഷനും മറ്റും കാര്യങ്ങളെല്ലാം നടത്തുന്നവരാണ് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. രണ്ടാമത്തെ കാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ ബി കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ്. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ 3 മെമ്പേഴ്സാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്, ഉൾക്കൊള്ളുന്നത്. 1 എമംഗ് ദം ഷാൽ ബി സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ആരാണ്, സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറാണ്. സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ. അയാളുടെ റാങ്ക് എന്ന് പറയുന്നത് നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ദി ഗവൺമെൻറ്. സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറുടെ റാങ്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ദ ഗവൺമെൻറ്. ബാക്കിയുള്ള 2 ആൾക്കാർമാരാണ് കമ്മീഷണേഴ്സാണ്. അതർ ഷാൽ ബി കമ്മീഷണേഴ്സ്. അവരുടെ ഇത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നോട്ട് ബിലോ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ. നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ. ഇനി ഈ ഇലക്ട്രൽ ഓഫീസറെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതുമാരാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലൈൻറ്റിന് മുകളിൽ ഡിസിഷൻ എടുക്കുന്ന ആരാണ്, ഇലക്ട്രൽ ഓഫീസറാണ്. അതേപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസറാണ് നോമിനേഷൻ പേപ്പർ സ്ക്രൂട്ടിനൈസ് ചെയ്തത്. മാറാൻ വേണ്ടി പാടില്ല. റിട്ടേണിംഗ് ഓഫീസറാണ് നോമിനേഷൻ പേപ്പർ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത്. അതുകൂടെ തന്നെ ബാലറ്റ് പേപ്പറിൻ്റെ സേഫ് കസ്റ്റഡിയൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്, റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ള റിസൾട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ മിനിറ്റ്സ് ബുക്കിൽ ഇത് ചെയ്യണം, രേഖപ്പെടുത്തുകയും അത് റിട്ടേണിംഗ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യുകയും വേണം. അതേപോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും ബിയർ ചെയ്യുന്നത് സൊസൈറ്റിയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി ഓർത്ത് വെക്കാനുള്ളത്. നമുക്കതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം നമ്മൾ പഠിച്ചാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. അതെന്ന് പറയുന്നത് സെക്ഷൻ 27 സബ്സെക്ഷൻ 2 ആൻഡ് റൂൾ 34. അപ്പോൾ അത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, അതിന് കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ വേണം. അപ്പോൾ നമ്മളതൊരു നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയി 28 എന്ന് പറയുന്നത് എന്താണ്, മാനേജിങ് കമ്മിറ്റിയാണ്. ദെൻ റൂൾ അതായത് സെക്ഷൻ 28 ആൻഡ് 44
സെക്ഷൻ 28 ആൻഡ് റൂൾ 44 എന്താണ്? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പറാണ്. അപ്പോൾ നെക്സ്റ്റ് ആണ് സെക്ഷൻ 28A. എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ലെറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ആർക്കാണ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ്, വിമണ്ണാണ്. അപ്പോൾ നമ്മൾ 28A റിസർവേഷൻ ഫോർ വിമൻ മെമ്പേഴ്സ്, റിസർവേഷൻ ഫോർ വിമൻ മെമ്പേഴ്സ്. ഇനി ഇവയിലേക്കൊക്കെ ഇലക്ഷൻ നടത്തണം. വെറുതെ ഒന്നും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഒന്നും ഉണ്ടാവില്ല, ഇവയ്ക്കൊക്കെ ഇലക്ഷൻ നടത്തണം. അപ്പോൾ നെക്സ്റ്റ് ആണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനാണ് അതിൽ തന്നെ 28B. 28A representation for women members in managing committee. 28B state cooperative election commission ആണ്. നെക്സ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 29 annual general body meeting. The annual general body meeting shall be held within a period of 6 months of the close of the financial year. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് 6 months മുൻപ് തന്നെ എന്ത് ചെയ്യണം? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടതാണ്. ഇൻ കേസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവെൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാം. 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അത് ചെയ്തിരിക്കണം. 90 days, വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അവർ വിളിച്ച് ചേർത്തിരിക്കണം. അപ്പോൾ ആ ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ താഴെ പറയുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസൽ എങ്ങനെ ചെയ്യാം. ദെൻ മറ്റുള്ള സബ്ജക്റ്റ് മാറ്റേഴ്സ്, അതേപോലെ തന്നെ അപ്രൂവൽ ഓഫ് ദ ബഡ്ജറ്റ് ഓഫ് അപ്കമിങ് ഇയേഴ്സ്, ദെൻ ഇലക്ഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി, എന്തെങ്കിലും ഒരു കമ്മിറ്റി മെമ്പേഴ്സിന് ഇലക്ഷൻ ചെയ്യേണ്ടത്, അതേപോലെ ബൈലോ അമെൻമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അതേപോലെ അപ്കമിങ് ഇയേഴ്സിലേക്കുള്ള ആക്ടിവിറ്റീസ്, അതേപോലെ ആനുവൽ റിപ്പോർട്ട്, അക്കൗണ്ട്സ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്, ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചറും മറ്റുള്ള കാര്യങ്ങൾ, അതൊക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന ഈ ആനുവൽ ജനറൽ ബോഡിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് സെക്ഷൻ 30 റൂൾ 36. അതായത് ഒരു കമ്മിറ്റിയിലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ടോട്ടൽ മെമ്പറിൻ്റെ 1/5 ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചെലവുകളും വഹിക്കേണ്ടത് ആരാണ്? സൊസൈറ്റിയാണ്. ഇൻ കേസ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് മീറ്റിംഗ് വിളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം? രജിസ്ട്രാർക്കും അങ്ങനെ മീറ്റിംഗ് വിളിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അപ്പം ഏകദേശം ഇത്രമാത്രം കാര്യങ്ങൾ മാത്രം സ്പെഷ്യൽ ജനറൽ ബോഡിയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പം നമുക്കിതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണ്ടേ? എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാം നോക്കാം. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി സെക്ഷൻ 27 സബ്സെക്ഷൻ 2 ആൻഡ് റൂൾ 34. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ കുറച്ച് മെമ്പേഴ്സ് മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മെമ്പേഴ്സ് വേണം. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. സെക്ഷൻ 26 മാനേജിങ് കമ്മിറ്റി. അപ്പോൾ മാനേജിങ് കമ്മിറ്റിയിൽ അതിൽ കുറേ മെമ്പേഴ്സ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർ സെക്ഷൻ 28 ആൻഡ് റൂൾ 44. ഇനി നമ്മൾക്കതിൽ എന്ത് ചെയ്യണം? വിമൻ മെമ്പേഴ്സിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കണം, എ ഗ്രേഡ് കൊടുക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആണ് സെക്ഷൻ 28A വിമൻ മെമ്പേഴ്സ്. അപ്പോൾ ഇതിലേക്കൊക്കെ ഇലക്ഷൻ നടത്തുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ നെക്സ്റ്റ് എന്താണ്? 28B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ദെൻ നെക്സ്റ്റ് ആണ് 29 സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. സെക്ഷൻ 30 എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സ്പെഷ്യൽ ഏജ് ആണ് 30 എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്ഷൻ 30 എന്ന് പറയുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. അതിൻ്റെ കൂടെ റൂൾ 36, ഈ 36 ഒക്കെ സ്പെഷ്യൽ ഏജ് ആണ് വിളിക്കുക. അപ്പോൾ സെക്ഷൻ 30 ആൻഡ് റൂൾ 36 എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. അപ്പോൾ ഇനി മറക്കാൻ വേണ്ടി പാടില്ല, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. സ്പെഷ്യൽ ഏജ് ആണ് 30 എന്ന് പറയുന്നത്. സോ 30 എന്താണ്? സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് റൂൾ 36. So